ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഓഗസ്റ്റ് 4 വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിനം. പ്രിയ സ്നേഹിത, നീ എനിക്ക് ആർസിലേക്കുള്ള വഴി കാണിച്ചു തരിക, ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാം. വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥൻ, ദൈവഭക്തിയിൽ ഒന്നാം സ്ഥാനക്കാരൻ, ക്ഷമയും സഹനവും ആയുധമാക്കിയ വൈദികൻ, അധ്യാപകരുടെയും സഹപാഠികളുടെയും മുൻപിൽ ശുദ്ധമണ്ടൻ, വിശുദ്ധ ജോൺ മരിയ വിയാനി. ദൈവഭക്തി മങ്ങിപ്പോയ ആർസ് എന്ന കൊച്ചു ഗ്രാമത്തിലെ വികാരിയായി നിയമത്തിനായ വിയാനി അച്ഛൻ അവിടേക്കുള്ള വഴി അന്വേഷിക്കുവാൻ ഒരു ഇടയച്ചെറുക്കന്റെ സഹായം അന്വേഷിക്കുന്ന വാക്കുകളാണ് നാം കേട്ടത്. 73 മത്സരങ്ങൾക്ക് വിശുദ്ധ ജീവിതത്തിനു ശേഷം 1859 ഓഗസ്റ്റ് 4 സ്വർഗീയ പൂന്തോട്ടത്തിലേക്ക് പറിച്ചുനട്ട സ്വർഗീയ സ്വനം. 73 മത്സരങ്ങളുടെ വിശുദ്ധ ജീവിതത്തിനു ശേഷം 1859 ഓഗസ്റ്റ് 4 സ്വർഗീയ പൂന്തോട്ടത്തിലേക്ക് പറിച്ചുനട്ട സ്വർഗീയ സ്വനം. വിശുദ്ധ കുമ്പസാരത്തിലൂടെയും വചനപ്രഘോഷണത്തിലൂടെയും നിരാശയിലും പാപച്ചുഴിയിലും കടന്നിരുന്ന നിരവധി ആത്മാക്കളെ ഈശോയ്ക്ക് നേടിക്കൊടുത്ത വിയാനി അച്ഛനെ അനുസ്മരിപ്പിക്കുന്ന ദിവസം ഓഗസ്റ്റ് 4. ആദ്യമേ തന്നെ ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാരായി സേവനം ചെയ്യുന്ന എല്ലാ വൈദികർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു. ഇനി നമുക്ക് വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിലൂടെ ഒരു യാത്ര ചെയ്യാം. ഭക്തരായ കർഷകരായിരുന്നു ജോണിന്റെ മാതാപിതാക്കൾ. മാതാവിന്റെ ഒരു ഭക്തൻ കൂടിയായിരുന്നു ജോൺ. ചെറുപ്പം മുതൽ സ്വർഗീയ ലക്ഷ്യമല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു ജോണിന്. 20-ാം വയസ്സിൽ സെമിനാരിയിൽ ചേർന്നുവെങ്കിലും ലത്തീൻ ഭാഷ ജോണിന് പ്രയാസമായിരുന്നു. പക്ഷേ മാതാവിന്റെ മധ്യസ്ഥയാൽ അതെല്ലാം എളുപ്പമായി തീർന്നു. 1815 ഓഗസ്റ്റ് 13 പൗരോഹിത്യം സ്വീകരിച്ചു. ശേഷം തങ്ങളെ സമീപിക്കുന്ന ആത്മാക്കളെ രക്ഷിക്കാൻ ഇടവക വികാരിയായി സേവനം ചെയ്തു പോന്നു. ഈ തിരുനാൾ ദിനത്തിൽ എല്ലാ വൈദികർക്കും ഈ തിരുനാളിന്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നൽകുന്നു.